മാധവിക്കുട്ടിയുടെ നെയ്പായസം എന്ന കഥ നമുക്കൊന്ന് കേൾക്കാം. ഒരു മനുഷ്യൻ തൻ്റെ ഭാര്യയുടെ ശവസംസ്കാരം കഴിഞ്ഞ് തിരിച്ച് ബസ്സിൽ വരുന്നതാണ് കഥയുടെ തുടക്കം. അയാളുടെ മനസ്സിൽ തന്നെ കാത്തിരിക്കുന്ന 3 കുഞ്ഞുങ്ങളുടെ മുഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വീട്ടുകാരുടെ എതിർപ്പ് അവഗണിച്ച് 1-2 വർഷത്തെ പ്രണയത്തിന് ശേഷം കല്യാണം കഴിച്ചവരായിരുന്നു അവർ. ഒരുപാട് സൗകര്യങ്ങൾ ഒന്നുമില്ലാതിരുന്നിട്ടും അവർ അവരുടെ ജീവിതത്തിൽ സന്തുഷ്ടരായി മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. വീട്ടുകാരുടെ സാന്നിധ്യം വിവാഹത്തിലും ബാക്കി മുന്നോട്ടുള്ള ജീവിതത്തിലും ഒന്നും തന്നെ ഇല്ലായിരുന്നെങ്കിലും അതിലും അവർക്ക് പശ്ചാത്താപമൊന്നും ഉണ്ടായിരുന്നില്ല. അവരുടെ ജീവിതത്തിലെ അസൗകര്യങ്ങളെല്ലാം തന്നെ അവർ പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഭാര്യയുടെ വസ്ത്രധാരണത്തിൽ അവരുടെ പണക്കുറവ് കാണാമായിരുന്നു. മാത്രമല്ല, അദ്ദേഹം പൊട്ടിച്ചിരിക്കാൻ മറന്നു തുടങ്ങിയിരുന്നു. എന്നാലും അവർ പരസ്പരം സ്നേഹിച്ച് തന്നെയായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കുഞ്ഞുങ്ങൾ അവരെയും അവർ കുഞ്ഞുങ്ങളെയും സ്നേഹിച്ച് ഒരു സന്തുഷ്ടമായ ഒരു ചെറിയ കുടുംബം. പ്രത്യേകിച്ച് കഴിവുകൾ കുട്ടികൾ പ്രകടിപ്പിച്ച് തുടങ്ങിയിട്ടില്ലായിരുന്നെങ്കിലും ഉണ്ണിക്ക് എഞ്ചിനീയറിങ്ങിലാണ് വാസന. അവനെപ്പോഴും ഓരോന്നും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ബാലനെ നമുക്ക് ഡോക്ടറാക്കണം. അവൻ്റെ നെറ്റി കണ്ടോ, വലിയ നെറ്റിയാണ്, ബുദ്ധിയുടെ ലക്ഷണമാണത്. രാജനാണെങ്കിലോ ഇരട്ടത്ത് നടക്കാൻ കൂടി പേടിയില്ല. പട്ടാളത്തിൽ ചേർക്കണം മകനെ. ഒരു സാധാരണ കുടുംബത്തിലെ പോലെ തന്നെ അവരും അവരുടെ മക്കളെക്കുറിച്ച് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടേയിരുന്നു. ബസ്സിലിരിക്കുമ്പോഴും അയാൾ ഭാര്യ അന്ന് രാവിലെ പറഞ്ഞ വാക്കുകൾ ഉരുവിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മൂടിപ്പതച്ച് കിടന്ന് പറ്റുമോ ഉണ്ണി, ഇന്ന് തിങ്കളാഴ്ചയല്ലേ? ഇത് തന്നെ അയാളുടെ ചുണ്ടിൽ മാറി മാറി വന്നുകൊണ്ടേയിരുന്നു. ഇനി എന്തെങ്കിലും ഭാര്യ മറക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു എന്നുകൂടി അയാൾ ആലോചിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എത്ര ആലോചിച്ചിട്ടും ഈ വാക്കുകളല്ലാതെ അദ്ദേഹത്തിന് വേറൊന്നും തന്നെ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഓർമ്മയുണ്ടായിരുന്ന ആ വാചകം ഒരു നാമജപം പോലെ അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരുന്നു. ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുമ്പോൾ കാലിന് ചെറിയൊരു വേദന വരിക. അപ്പോൾ അദ്ദേഹം ചിന്തിക്കുകയാണ്, ഇനി വാദം വല്ലതുമാണോ? അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു പേടി. കാരണം ആ 3 കുട്ടികൾ ഇന്ന് അദ്ദേഹത്തെ മാത്രം ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഭാര്യയോട് അദ്ദേഹത്തിന് ഒരു ചെറിയ നീരസം തോന്നുകയാണ്. വേറൊന്നും കൊണ്ടല്ല, തന്നെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ച് ഒറ്റയ്ക്കാക്കി പോയല്ലോ എന്നൊരു തോന്നൽ. ഒരു ദിവസം പെട്ടെന്ന് നമ്മൾ വിചാരിക്കാതെ ഒരാൾ നമ്മളെ വിട്ടു പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന അതേ ഒരു ഫീലിംഗ്. അദ്ദേഹം ആലോചിക്കുകയായിരുന്നു, താൻ ഓഫീസിലുള്ളപ്പോഴോ അല്ലാത്തപ്പോഴോ ഒന്നും ഭാര്യയെക്കുറിച്ച് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെയും കൂടി തനിക്ക് വേണ്ടി ഓഫീസിലേക്ക് ചോറ് തന്നുവിട്ടവൾ ഇനിയില്ല. മക്കൾക്ക് തിരിച്ചറിവായിട്ടില്ല. മൂത്ത ആൾക്ക് തന്നെ 10 വയസ്സേ ഉള്ളൂ. മരണം എന്താണെന്ന് അവർക്കറിയില്ല. മറ്റു 2 പേർക്കും 7, 5. ഏറ്റവും ഇളയവൻ കാറിൽ അവളെ കയറ്റാൻ നേരം കരയുന്നുണ്ടായിരുന്നു. അത് കാറിൽ കയറാൻ വേണ്ടി മാത്രമായിരുന്നു. താൻ ഓഫീസിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ മുറ്റത്ത് കുട്ടികൾ കളിക്കുകയായിരുന്നു. ഓഫീസിൽ നിന്ന് വന്ന് താക്കോലെടുത്ത് വാതിൽ തുറക്കുമ്പോൾ ചൂലിനെടുത്ത് വാ തുറന്ന് കിടക്കുകയായിരുന്നു ഭാര്യ. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടു ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അറ്റാക്കായിരുന്നു എന്ന്. വീട്ടിലേക്ക് നടക്കുമ്പോൾ ഭാര്യ മരിച്ചതിൻ്റെ ലീവ് ചോദിക്കുന്ന രംഗം അയാളുടെ മനസ്സിലൂടെ കയറുകയാണ്. മേലുദ്യോഗസ്ഥൻ അറിയില്ല അയാളുടെ നഷ്ടം എത്ര വലുതാണെന്ന്. വീട്ടിലേക്ക് കയറുമ്പോൾ മൂത്ത മകനെ വിളിച്ചുകൊണ്ടാണ് അയാൾ അകത്തേക്ക് കയറിയത്. രണ്ടാമത്തവൻ ഉറങ്ങിയിരുന്നു. മൂന്നാമത്തൻ അമ്മയെ അന്വേഷിക്കുന്നത് കേട്ട് അയാളൊന്ന് അത്ഭുതപ്പെട്ടു. എന്ത് പറയണമെന്ന് അയാൾക്കറിയില്ലായിരുന്നു. അമ്മ വരും മോനെ. ഇന്ന് മകനെ വിഷമിപ്പിക്കാൻ അയാൾക്ക് തോന്നിയില്ല. കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അയാൾ അടുക്കളയിലേക്ക് കയറുമ്പോൾ അവിടെ എല്ലാം തന്നെ തയ്യാറായിരുന്നു. പക്ഷേ അത് അയാൾക്ക് കൊടുക്കാനായിട്ട് തോന്നിയില്ല. കാരണം അതിലൊരു മരണസ്പർശമുണ്ട്. ഉണ്ടാക്കി വെച്ചിരുന്ന ഭക്ഷണത്തിൻ്റെ കൂട്ടത്തിൽ നെയ്പായസം ഉണ്ടായിരുന്നു. അവൾ ഇടയ്ക്കിടയ്ക്ക് മാത്രം ഉണ്ടാക്കുന്ന നെയ്പായസം. മകൻ ആ നെയ്പായസം ചൂണ്ടി അച്ഛാ നെയ്പായസം എന്ന് പറഞ്ഞപ്പോൾ അയാൾക്കത് കൊടുക്കാതിരിക്കാൻ തോന്നിയില്ല. മൂത്ത മകനോട് വിളമ്പി കൊടുക്കാൻ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം അവരുടെ അടുത്തിരുന്നു. പായസത്തിന് നല്ല സ്വാദുണ്ട് എന്ന് കുട്ടികൾ പറഞ്ഞപ്പോൾ അയാൾ ആലോചിച്ചു, അവർ കഴിക്കട്ടെ, ഇനി ഒരിക്കലും അവൾ ഉണ്ടാക്കിയ ഭക്ഷണം അവർക്ക് കഴിക്കാനാകില്ലല്ലോ എന്ന്. കരച്ചിൽ അടക്കി പിടിച്ച് അയാൾ കുളിമുറിയിലേക്ക് നടന്നു. മക്കളുടെ മുന്നിൽ വെച്ച് കരയാൻ അയാൾക്ക് തോന്നിയില്ല. അമ്മയില്ലാത്തൊരു വീട് നമുക്കാർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ലല്ലേ. ഇനി ആ 3 കുട്ടികൾക്ക് അയാൾ മാത്രമേ ഉള്ളൂ. കഥ ഇവിടെ തീരുകയാണ്. കഥകൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.